ആലപ്പുഴയിൽ നടന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചിനിടെ യൂത്ത് കോൺഗ്രസ് പോലീസ് സംഘർഷത്തിൽ ആലപ്പുഴ സൗത്ത് സിഐക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും പ്രത്യേകം പരാതി കൈമാറി. സംഭവത്തിൽ ആലപ്പുഴ സൗത്ത് സിഐ വിനീഷിനോട് ആലപ്പുഴ SP വിശദീകരണം തേടിയിട്ടുണ്ട്. മനീഷ് മഹിപാലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് മനീഷ്. ഈ ദില്ലിയിലെ സമരത്തിന് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രതിഷേധത്തിനിടെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. എന്തായാലും ഇതിൽ CIക്കെതിരെ നടപടി വേണമെന്ന് ഉറച്ചു നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. എന്തൊക്കെയാണ് നീക്കങ്ങൾ? ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ ഈ പോസ്റ്റ് ഓഫീസിന് അകത്ത് ഇരുന്ന പ്രവർത്തകരെ പുറത്തേക്ക് ഇറക്കുന്ന സമയത്താണ് ഈ തർക്കമുണ്ടാകുന്ന പിന്നീട് സംഘർഷത്തിലേക്ക് നയിക്കുന്നതും. DYSP സ്ഥലത്തെത്തിയാണ് അരമണിക്കൂറുണ്ടായ സംഘർഷത്തിന് അയവ് വന്നത്. അങ്ങനെ ഈ CA അവിടെ നിന്ന് പറഞ്ഞയച്ചതുകൊണ്ടാണ് അയവ് വന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി യൂത്ത് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് പലതവണ ഈ CAയുടെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായി. അതായത് സ്വാഭാവികമായി പോലീസും സമരക്കാരും തമ്മിലുണ്ടാകുന്ന ബലപ്രയോഗത്തിനിടയിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്. പക്ഷെ ഇവിടെ CI പലതവണ പ്രകോപനം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല വനിതാ സമരക്കാരെ അടക്കം കുത്തിനു പിടിച്ച് വലിച്ചിഴച്ചു എന്നാണ് പരാതിയുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് MP പ്രവീൺ അടക്കമുള്ള ആൾക്കാരെ അപമാനിക്കും വിധം ചീത്ത വിളിച്ചു നടക്കമുള്ള വലിയ പരാതിയുണ്ട്. അങ്ങനെ സംഘർഷത്തിലേക്ക് വരെ നയിച്ച വിഷയമാണ്. ആ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അന്ന് തന്നെ നേരിട്ട് ഫോൺ വിളിച്ച് പരാതി പറഞ്ഞതാണ്. പിന്നീട് ഇന്നലെ യൂത്ത് കോൺഗ്രസ് എന്ന രീതിയിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി കൈമാറിയതിനെ പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു പ്രത്യേകം പരാതി ഇന്നലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും കൈമാറി. അതിന് മുൻപേ തന്നെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം DYSPയുടെ ഒപ്പം തന്നെ ഈ ആരോപണ വിധേയനായിട്ടുള്ള ആലപ്പുഴ സൗത്ത് CI വിനീഷിനോട് വിശദീകരണം തേടിയിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാഥമികമായി DYSP സംഭവം നടന്ന ശേഷം SP കൊടുത്ത വിവരമനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് വീഴ്ചയില്ല. സമരക്കാരെ ബലം പ്രയോഗിച്ചത് ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിൽ പ്രവർത്തന സമയം, അതായത് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ അതിനുള്ളിൽ കയറുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് ബലം പ്രയോഗിച്ചതെന്നും ആർക്കും പരിക്കില്ലെന്നും ആരെയും ബലം പ്രയോഗിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ ഉള്ള സംഭവം ഉണ്ടായിട്ടില്ല എന്നുമാണ് ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് DYSP SP അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ പോത്തൻകോട്, അതായത് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള CA ആലപ്പുഴയിലാണ് ഇപ്പോൾ ജോലി ചെയ്തത്. അയാൾ 2 ദിവസത്തിന് ശേഷം പിന്നീട് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫറായി പോവുകയാണ്. അതിന്റെ അരിശം തീർത്തതാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റരുത്, മറ്റു ജില്ലയിലേക്ക് സ്ഥലം മാറ്റണമെന്ന ആവശ്യം യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ എന്താണെങ്കിലും ഈ ഉദ്യോഗസ്ഥരുടെ നടപടി വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. പ്രത്യേകമായ പരാതിയാണ് അരിത ബാബുവും കൈമാറിയിട്ടുള്ളത്. ശരി, ഓക്കെ. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.